ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്ന്. ഡേ ഇൻ മൈ ലൈഫ് പറഞ്ഞാൽ തലേന്ന് രാത്രി മുതൽ പിറ്റേന്നൊരു ഉച്ച വരെയുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇതിലുള്ളത്. അപ്പം ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണട്ടോ, ലൈക്കും ചെയ്യണേ. അപ്പോൾ ഇതാ ഞാൻ ഒരു ഉച്ചക്കായപ്പം ഉഴുന്നും പച്ചരിയൊക്കെ വെള്ളത്തിലിട്ടീന് കേട്ടോ. അപ്പോൾ രാത്രി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കിടക്കാൻ നേരത്താണ് കേട്ടോ ഞാനിത് അരയ്ക്കുന്നത്, രാവിലേക്കുള്ളത്. അപ്പം ഞാനിത് അരയ്ക്കാണ് കേട്ടോ. ഞാൻ ഇത് വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ കഴുകിയിട്ട് അരിയൊക്കെ കഴുകിയിട്ടാണ് കേട്ടോ വെള്ളത്തിലിട്ട് വെക്കുക. എന്നിട്ട് ആ വെള്ളത്തിൽ തന്നെയാണ് കേട്ടോ ഇത് അരച്ചെടുക്കൽ. അപ്പം നല്ലോണം പൊന്തി വരലുണ്ടേ. അപ്പോൾ ഇതാ ഞാനിത് ഒക്കെ അരച്ചൊക്കെ റെഡിയാക്കി കഴിഞ്ഞ് കേട്ടോ. ഇനി പാത്രത്തിലേക്ക് വരാനേ. ഇപ്പോൾ നമ്മൾ അരിക്കുമ്പോൾ കുറച്ച് ടൈറ്റാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം പാർന്ന് കൊടുത്ത് നമ്മൾ പാരാൻ പാകത്തിനുള്ളൊരു ഇഡ്ഡലി തട്ടിലേക്ക് പാരാൻ പാകത്തിനുള്ളൊരു ഇതിൽ ആക്കിയിട്ട് വേണം എടുത്ത് വെക്കാനിട്ടപ്പോൾ ഞാനിതാ രാത്രി ഇതൊക്കെ സെറ്റാക്കി എടുത്ത് വെച്ചിട്ട് നമുക്ക് കിടക്കാൻ പോകാൻ കേട്ടോ. ബാക്കി ഇനി നമുക്ക് രാവിലെ കാണാം കേട്ടോ അത് പൊന്തോ ഇല്ലേന്നൊക്കെ. അപ്പം എന്നാൽ ഞാൻ രാവിലെ എണീച്ചൊന്ന് ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് മാവ് നോക്കാൻ പോകാം കേട്ടോ ഇത് പൊന്തിയോ. പക്ഷേങ്കിൽ സാധാ പൊന്തുന്ന അത്രയൊന്നും പൊന്തിയില്ല ഗായ്സ്, എന്നെ പറ്റിച്ചു മാവ്. കാരണം എന്താണെന്നറിയില്ല, മഴയും തണുപ്പൊക്കെ ആയിട്ടാണോന്ന് അറിയില്ല, മാവ് നല്ലോണം പൊന്തി വന്നില്ല കേട്ടോ. ഞാൻ ആ ഒരു വിഷമത്തിലായിനി അന്നത്തെ ഒരു ദിവസം. സാധാ പൊന്തും പോലെ പൊന്തി വരായിട്ട്. ഇപ്പോൾ അതാ ഇഡ്ഡലിക്ക് സാമ്പാറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം താത്ത അവിടെ സാമ്പാർ ഉണ്ടാക്കാനുള്ള കഷ്ണങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നു. പിന്നെ മോക്ക് സ്കൂളിലുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചോറും ആവണം. അപ്പോൾ രാവിലെ തന്നെ വേഗം തീയും മുട്ടിക്കിട്ടോ ചോറിനേക്കുള്ള ചോറുണ്ടാക്കാനുള്ള ഇതും ആക്കിയിരിക്കുന്നു. പിന്നെ ഞാനിതാ ഇഡ്ഡലി ഉണ്ടാക്കാനുള്ള പാത്രമൊക്കെ കഴുകി തുടയ്ക്കുകയാണ് കേട്ടോ. ഇത് തുടയ്ക്കുമ്പോഴും ആക്കുമ്പോഴൊക്കെ ഞാനിപ്പം ആ മാവ് പൊന്താത്തൊരു വിഷമത്തിലാണ്, ആ ഒരു ടെൻഷനിലാണ് കേട്ടുള്ളത്. കാരണം എനിക്ക് സാധാരണ ഞാൻ എപ്പോൾ ഉണ്ടാക്കുമ്പോഴും നല്ലോണം പൊന്തി വരലുണ്ട്. ഇപ്പം ഇതിപ്പോൾ പൊന്താത്തയും കൊണ്ട് ഇനിയിപ്പോൾ ഇഡ്ഡലി നന്നാവുമല്ലേ, ഇനിയിപ്പോൾ എന്താക്കും എന്നൊക്കെയുള്ള ഇതിലാണ്, ഒരു വിഷമത്തിലൊക്കെയാണ് ഞാനുള്ളത്. കാരണം മോക്ക് സ്നാക്സായി കൊടുക്കാനുള്ളത് ഇഡ്ഡലിയാണ്, വേറൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ബ്രെഡും അങ്ങനത്തെ ഒന്നും വീട്ടിലില്ലായിരുന്നു. അപ്പോൾ ഇഡ്ഡലി തന്നെ കൊടുക്കാമെന്ന് പറഞ്ഞ താത്ത. അങ്ങനെ അതൊക്കെ സെറ്റാക്കി വെച്ചായിരുന്നു. പക്ഷേ എങ്കിൽ ഇതിപ്പോൾ നന്നാവില്ല എന്നുള്ളൊരു പേടിയിലാണ് ഞാൻ. പിന്നെ ഞാൻ ഇതിലേക്ക് മാവിലേക്ക് ഉപ്പിട്ട് കൊടുക്കണ്ടോ. ഈ ഉഴുന്നൊക്കെ ഉഴുന്നൊക്കെ ഇട്ട് അരച്ചാൽ എനിക്ക് ഈ മാവിൽ ഉപ്പിട്ടാൽ എനിക്ക് ഉപ്പുണ്ടോ നോക്കിയാൽ എത്ര നോക്കിയാലും എനിക്ക് ഉപ്പിട്ടാലൊരു മനസ്സിലാവില്ല കേട്ടോ, ഉപ്പ് നല്ലോണം ആയിക്കുന്നില്ലേ. അപ്പം ഞാൻ എപ്പോഴും ഉപ്പിട്ടാൽ ഇതിൽ ഉപ്പുണ്ടോ നോക്കിപ്പിക്കൽ താത്തനോട് കേട്ടോ. എന്തോ എത്ര നോക്കിയാലും എനിക്ക് മനസ്സിലാവില്ല അത് ഉപ്പിട്ട്. പക്ഷേ ഇഡ്ഡലിയായി തിന്നുമ്പോൾ മനസ്സിലാവും, അല്ലാണ്ട് നോക്കിയാലൊരു റെഡി ആവില്ല. അപ്പോൾ ഞാൻ താത്തനെ കൊണ്ട് ഉപ്പുണ്ടോ ഒക്കെ നോക്കിപ്പിച്ച് ഞാനിപ്പോൾ ആ ഇഡ്ഡലി തട്ടിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ തടവി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലോണം ഇഡ്ഡലി എടുക്കാൻ കിട്ടുമല്ലോ. ഇത് പാരുമ്പോഴൊക്കെ ഞാൻ ആ ഒരു ടെൻഷനിലാണ് ഗൈസ്, ഇഡ്ഡലി നന്നാവോ ഇല്ലേ എന്നുള്ളത്. അങ്ങനെയാണല്ലോ നമ്മൾ സാധാ ചെയ്യുമ്പോൾ എല്ലാം റെഡിയാവും. ഒരു ദിവസം അങ്ങനെ റെഡി ആയില്ല നമുക്കൊരു ടെൻഷനാണല്ലോ. ഇങ്ങനെ ഒരിക്കലും വരലില്ല. എനിക്ക് തോന്നുന്നു മഴ ആയിട്ടാണ്, തണുപ്പായിട്ടാണ് അധികം പൊന്താത്തത്. അപ്പം അങ്ങനെ കാണും. അപ്പം നമുക്കിനി ഇഡ്ഡലീൻ്റെ എല്ലാത്തിലും പാർന്ന് കൊടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അടുപ്പത്ത് വെക്കാം കേട്ടോ. കാരണം സ്കൂളിലേയും കൊണ്ട് പെട്ടെന്ന് തന്നെ ഇതാവണമല്ലോ, മോളെ ബസ് വരുമ്പോഴേക്കിനും ഒക്കെ അത് റെഡി ആവണമല്ലോ. അപ്പം ഞാനിതാ ഇഡ്ഡലിക്കുള്ള സാധനങ്ങളൊക്കെ ഇഡ്ഡലി തട്ട് അടുപ്പത്ത് വെച്ചപ്പോഴേക്കും താത്ത സാമ്പാറിനേക്കുള്ള പരിപ്പ് അടുപ്പത്ത് വെച്ച് കഷ്ണങ്ങളൊക്കെ അരിഞ്ഞൊക്കെ റെഡിയാക്കി വെച്ച് കേട്ടോ. ഞാൻ വിചാരിച്ച് കുറച്ച് കട്ടൻ ചായ കുടിക്കുകയാണ്. ഇഡ്ഡലി വേകുമ്പോഴേക്കിനും ഇത്തിരി കട്ടൻ ചായ കുടിച്ച് കഴിയുമ്പോൾ ഇഡ്ഡലി വെന്തു അതൊക്കെ സെറ്റായി ഗൈസ്. കാരണം ഞാൻ വിചാരിച്ച മാതിരി അങ്ങനെ ഫ്ലോപ്പ് ആയില്ല. കാരണം എനിക്ക് ഭയങ്കര പേടി ഉണ്ടായിരുന്നു നന്നാവില്ലേന്ന്. ഏതായാലും ഇഡ്ഡലി നന്നായി നല്ല വെന്തൊക്കെ വന്ന് നല്ല റെഡിയായി വന്നിരിക്കുന്നു കേട്ടോ.
ഇനിയിപ്പോൾ ഇതാ ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഇഡ്ഡലി ചുട്ടെടുത്ത് കഴിഞ്ഞപ്പോഴും കുറച്ച് മാവ് ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അത് ഒരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെക്കുക വിചാരിച്ച് കഴിഞ്ഞിട്ട് ഞാനിത് ആ മാവ് ഇപ്പം പാത്രത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിന് മാത്രമൊന്നുമില്ല, ബാക്കി കുറച്ചോ ബാക്കിയല്ല. എന്നാലും ഇതിപ്പോൾ ഇനി ചുട്ടവിടെ വെച്ചാൽ ബാക്കിയാവും, പിന്നെ ആരും തിന്നൂല, പിന്നെ ചുട്ട് കഴിഞ്ഞിട്ട് അത് ഒഴിവാക്കേണ്ടി വരും. അപ്പോൾ അതിന് നല്ല പിന്നെ ഒരു ദിവസം ഉണ്ടാക്കുമ്പോൾ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചാണ് കേട്ടോ. ഇപ്പോഴേക്കും ഇതാ ഇവിടെ ചോറ് റെഡി ആയിരിക്കുന്നു കേട്ടോ. ചോറ് ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ ഊറ്റൽ. ഇത് ഇപ്പോൾ മോൾക്ക് സ്കൂൾ പാളയും കൊണ്ട് പെട്ടെന്ന് ആവേണ്ടതുകൊണ്ട് രാവിലെ ഞങ്ങൾ റേഷനരിയാണ് വെക്കൽ. അപ്പോൾ റേഷനരി ആണെങ്കിൽ ഇങ്ങനെ ഊറ്റിയെടുക്കൽ, അല്ലാത്തതാണ് നമ്മൾ സാധാ വാർത്ത് ഊത്തും. പിന്നെ ഞാൻ ഇതാ കുറച്ച് ഈ ഇഞ്ചിയും ചെറിയുള്ളിയൊക്കെ ഇങ്ങനെ തോല് വിളിച്ച് വെക്കാൻ വിചാരിച്ചിട്ടോ. പെട്ടെന്ന് ആവശ്യം വരുമ്പോൾ ഇങ്ങനെ തോല് വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇങ്ങനെ തോല് വിളിച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ അങ്ങനെ എടുത്താക്കിയാലോ വിചാരിച്ചിട്ട് ഞാൻ ഇപ്പോൾ കുറച്ചായിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ തന്നെയാണ് തോനെ വെക്കൽ കേട്ടോ. അതാകുമ്പോൾ നമുക്ക് സുഖം, ആവശ്യമുള്ള പെട്ടെന്ന് എടുത്ത് അരിഞ്ഞാൽ മതി. ഇത് തിരക്കിട്ട് പണിയെടുക്കുമ്പോൾ പിന്നെ നമ്മളിത് തോലൊക്കെ കളഞ്ഞൊക്കെ വരുമ്പോഴേക്കും നേരെ വൈകൂലേ. എനിക്കിഷ്ടമില്ലാത്ത പരിപാടികളാണ് ഇതൊക്കെ. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒരു ഒഴിവുള്ള ടൈമിൽ ഇതൊക്കെ എടുത്ത് വെച്ചാൽ പിന്നെ നമുക്ക് ഇങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്താൽ മതിയല്ലോ വിചാരിച്ചിട്ട് ഞാനങ്ങനെ ഇഞ്ചിയും ചെറിയുള്ളിയും മാത്രമേ ഇന്ന് തൊലിച്ചില്ല കേട്ടോ. അതിന് വെളുത്തുള്ളി ഇങ്ങനെ ആക്കി വെക്കണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ എന്താക്കി ചായ കുടിച്ചിട്ടോ. ഇഡ്ഡലിയും സാമ്പാറൊക്കെ ആയിട്ട് ചായ കുടിച്ചു. ചായ കുടിയും പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് ഞാൻ ഏതായാലും വിചാരിച്ച് ആകൊക്കെ ഒന്ന് നന്നാക്കി ഇടാം. അപ്പോൾ റൂമിൽ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് നന്നാക്കി പുതപ്പൊക്കെ മടക്കി വെച്ച് ഇനിയിപ്പം അടിക്കലും തുടയ്ക്കലൊക്കെ ആണ് കേട്ടോ പണി. എനിക്ക് റൂമൊക്കെ ഒന്ന് ക്ലീനാക്കി ബെഡൊക്കെ വിരിച്ച് നല്ല നീറ്റാക്കി വെച്ചാൽ തന്നെ ഒരു പകുതി സമാധാനം കേട്ടോ. പണി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ആരെങ്കിലും കയറി വരുന്നാലോ അപ്പോൾ റൂമൊക്കെ വൃത്തിയിടാകുമ്പോൾ ഒരു ഇതല്ലേ. അങ്ങനെ പെട്ടെന്ന് തന്നെ ഞാൻ തോനെ റൂം വൃത്തിയാക്കാൻ ശ്രമിക്കലുണ്ട്. തോനെയും നടക്കലില്ല, തോനെയും കുറേ കഴിഞ്ഞിട്ടാണ് റൂം വൃത്തിയാക്കാൻ ആവില്ല. പക്ഷെ എന്നാലും എനിക്കിഷ്ടം രാവിലെ തന്നെ ചെയ്ത് വരാനാണ്. ഞാൻ എണീച്ച് വരുമ്പോൾ തന്നെ ചെയ്യാനാണ് എനിക്കിഷ്ടം. പക്ഷേ എങ്കിൽ അപ്പം നടക്കില്ല. അപ്പോൾ ബെഡ്മേൽ ഓരോരുത്തർ ഉറങ്ങുന്ന പോലെയൊക്കെ ഉണ്ടാവും, അപ്പം അത് നടക്കില്ലല്ലോ. ഇപ്പം നമ്മളിതാ ബെഡൊക്കെ വിരിച്ച് ഇനി അതൊക്കെ ഒന്ന് അടിച്ച് വാരാണ് കേട്ടോ. ഞാൻ അടിച്ച് വാരലും തുടയ്ക്കലും അങ്ങനത്തെ ഒക്കെ പണികളാണ്. ഇതാ അടുക്കളയിലെ ബാക്കി പണികളൊക്കെ ഇപ്പോൾ താത്ത ചെയ്യുന്നുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ 2 ആൾക്കാരുള്ളതുകൊണ്ട് ഒരു പണി ഒരാൾ ചെയ്യുമ്പോൾ അകത്തെ പണി ഒരാൾ ചെയ്യുമ്പോൾ കിച്ചണിലെ പണി മറ്റേ ആളപ്പം പെട്ടെന്ന് തന്നെ പണി തീരും കേട്ടോ. ഇപ്പോൾ ഇതാ അടിക്കലും തുടയ്ക്കലും തിരുമ്പലും കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ കിട്ടും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യട്ടോ.